ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 5:12. ഇന്നത്തെ നമ്മുടെ യാത്ര അതിരപ്പള്ളിയിൽ നിന്നും മലക്കപ്പാറ വഴി വാൽപ്പാറയ്ക്കാണ് കേട്ടോ. റോഡുകളൊക്കെ വളരെ വിജനമായി കിടക്കുകയാണ്. നമുക്ക് അതിരാവിലെ തന്നെ കിട്ടിയൊരു സീനിക് വ്യൂ കാണിച്ചു തരട്ടെ. ആ വെള്ള നിറത്തിൽ കാണുന്ന കേട്ടോ ചാലക്കുടി പുഴ. ആശാൻ മിക്കവാറും ആ പുഴ കടന്നായിരിക്കണം ഈ പാമശ്ശേരിയിലേക്ക് വന്നിട്ടുണ്ടാവുക. റോഡിൽ നിന്ന് അധികം ദൂരത്തൊന്നും അല്ലാതെ തന്നെയാണ് കേട്ടോ ആൾ നിൽക്കുന്നത്. അതുപോലെ നമുക്ക് കിട്ടിയ വേറൊരു കാഴ്ചയായിരുന്നു കേട്ടോ, ഒരു സാമ്പാർ ഡീൽ. അങ്ങനെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ ഡീറ്റെയിൽസും വണ്ടി ഡീറ്റെയിൽസും കൊടുത്ത് അവിടെ നിന്ന് നമുക്കൊരു സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് വാങ്ങിയിട്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. ഇവിടുന്ന് കിട്ടുന്ന ആ സ്ലിപ്പ് കളയാതെ സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇത് നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഈ സ്ലിപ്പ് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വഴിയുള്ള എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതലാട്ടോ. അത് ബൈക്കാണെങ്കിലും കാറാണെങ്കിലും. എന്നാൽ ഈവനിങ്ങിൽ 6 മണിയാകുമ്പോൾ വരെയാണ് കാറിനുള്ളത്. എന്നാൽ 4 മണി വരെയുള്ളൂ ബൈക്കിന് എൻട്രൻസ് കൊടുക്കുന്നത്. അതിരാവിലെ തന്നെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പീസ്ഫുള്ളായിട്ട് ട്രാവൽ ചെയ്യാനും പറ്റും. അതല്ല, ആനിമൽ സൈറ്റിങ്ങിനും കിട്ടാൻ സാധ്യത ഉണ്ടാവാറുണ്ട്. വാഴച്ചാലിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച ഭയങ്കര ഒരു പീസ്ഫുള്ളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാനൊരു മൺസൂൺ ടൈമിലാണ് പോയിരുന്നതുകൊണ്ട് വെള്ളമൊക്കെ നല്ല പോണക്കും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അവിടെ നിന്നൊരു സീനിക് വ്യൂ നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഈ വഴി ട്രാവൽ ചെയ്തവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഈ ഒരു പാലത്തിലൂടെയുള്ളൊരു വ്യൂവും ഒരു ട്രാവലും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഈ പാലത്തു നിന്നുള്ള ആ വെളിച്ചത്തിൽ നിന്ന് ആ ഇരുട്ടിലേക്ക് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലുക്ക്. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കടന്നപ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. കാരണം വന്നത് ശരിക്കും ഒരു നാടൻ പോത്തുകളാണ്. പക്ഷേ ആ ഒരു ഇരുട്ടിൽ നിന്ന് പെട്ടെന്നിലേക്ക് കയറി വന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് എനിക്ക് കണ്ടപ്പം ഞാൻ ആക്ച്വലി അത് വേറെ ഏതെങ്കിലും മൃഗമായിരിക്കുന്ന കാട്ടിയാന്നൊക്കെ ഒന്ന് വിചാരിച്ചു പോയിരുന്നു കേട്ടോ. നമ്മുടെ ഇടത് സൈഡിൽ കാണുന്ന കേട്ടോ വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസ്. വാഴച്ചാൽ ഡിവിഷനിൽ നടക്കുന്ന ട്രെക്കിംഗ് പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇതാണ് പുളിയിലപ്പാറ ജംഗ്ഷൻ. വാഴച്ചാലിനും മലക്കപ്പാറയ്ക്കും ഇടയ്ക്കുള്ള ഏക ഒരു ഷോപ്പുകൾ ഒക്കെ അവൈലബിൾ ആയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പുളിയിലപ്പാറ ജംഗ്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് കഴിവതും സ്നാക്സും ചായയൊക്കെ നിങ്ങൾക്ക് മേടിക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്നാണ് പിന്നെ മേടിക്കാനൊരു ഓപ്ഷൻ വരുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്ക് മലക്കപ്പാറ വരെയും വേറെ ഒരു കടകളും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ ആക്ച്വലി ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന വേറെ ഒന്നാണ് കേട്ടോ. ഇവിടെ യൂഷ്വലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മ്ലാവുണ്ട് കേട്ടോ. വലിയ കൊമ്പൊക്കെയുള്ള നല്ല ഹൈറ്റുള്ളൊരു മ്ലാവ് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ആൾ കാണാറുണ്ട് കേട്ടോ. അപ്പം ഈ റൂട്ടിലൂടെയുള്ളൊരു യാത്രയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി വന്നിരിക്കുന്ന കാറിലാണ്. പക്ഷേ നിങ്ങളൊരു ബൈക്കിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബൈക്ക് റൈഡേഴ്സിന് പറ്റിയ ഒരു റൂട്ട് കൂടിയാണ് കേട്ടോ ഈ റൂട്ട്. പക്ഷെ നമ്മൾ അധികം സ്പീഡിലൊന്നും പോകാതെ നമ്മൾ സമയം എടുത്ത് വേണം. നമുക്കിതിന് ആക്ച്വലി ഇതൊരു 44-45 കിലോമീറ്റേഴ്സാണ് ടോട്ടൽ വരുന്നത്. ഇത് നമ്മൾ 2 hours കൊണ്ടാണ് നമ്മൾ എത്തിപ്പെടേണ്ടത്. കാരണം നമ്മൾ അധികം സ്പീഡിലും പോകാൻ പാടില്ല, എന്നാൽ നമ്മൾ എവിടെയും ഹോൾട്ട് ചെയ്യാനോ നിൽക്കാനോ ഒന്നും പാടില്ല കേട്ടോ.
പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ള ഫ്യൂവലൊക്കെ വണ്ടിയിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് വേണം നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. പ്രത്യേകിച്ച് ഒരു ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് നമ്മൾ അതിരപ്പള്ളി കിടക്കുന്നതിന് മുൻപ് കാണുന്ന ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അതായിരിക്കും ഇവിടുത്തെ ലാസ്റ്റ് പെട്രോൾ പമ്പ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാൽപ്പാറ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇത്രയും കിലോമീറ്റേഴ്സിനിടയ്ക്ക് നമുക്ക് വേറെ ഒരു പെട്രോൾ പമ്പ് ഇല്ലാത്തതുകൊണ്ട് ഇന്ധനമൊക്കെ അത്യാവശ്യം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ മൊബൈൽ നെറ്റ്വർക്കിംഗ് ഇവിടെ ഒട്ടും തന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ആൾക്കാരെ കോൺടാക്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായി വരും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് റൂട്ടിൽ കൺഫ്യൂഷൻ ഒന്നും വരില്ല, കാരണം സിംഗിൾ ഒരു റൂട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് റൂട്ടിൽ കൺഫ്യൂഷൻസ് ഒന്നും വരില്ല. പക്ഷേ എന്നാലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇവിടെ നല്ലവണ്ണം ഉണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഞാൻ ആക്ച്വലി ഏർലി മോർണിംഗിൽ തന്നെ എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ വന്നിരുന്നത്. കാരണം അധികം വണ്ടി ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻ കേസ് ആനിമൽ സൈറ്റിങ്ങോ അങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ റോഡൊക്കെ കുറച്ച് ട്രാഫിക്കായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ റൈഡ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആക്ച്വലി കുറച്ച് അധികം ഏർലി ആയോ എന്നൊരു തോന്നലുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ത്രൂ ഔട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എനിക്ക് എൻ്റെ നേരെയായിട്ടോ എനിക്ക് എതിർവശത്തായിട്ടോ നമുക്ക് വണ്ടികളൊന്നും തന്നെ ട്രാവൽ ചെയ്യുന്നില്ല. അപ്പം ആക്ച്വലി ഈ ഫോറസ്റ്റ് റൂട്ടിൽ ഞാൻ തനിയെ പോകുന്ന പോലെയാണ് എനിക്കൊരു ഫീൽ കിട്ടിയിരുന്നത്. അതിലൊരു റിസ്ക് ഫാക്ടറും കൂടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആനകളുടെയൊക്കെ നല്ലപോലെ ശല്യമുള്ളൊരു റൂട്ടാണിത്. നിങ്ങൾ ഈ ഇടതുവശത്തെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇടതുവശത്ത് മാത്രമല്ല രണ്ട് വശത്തായിട്ടും ഈറ്റ കാട്ടുകളാണ് ഇനി ഫുള്ള് അങ്ങോട്ട് ത്രൂ ഔട്ട് ഉള്ളത് കേട്ടോ. അതുകൂടാതെ നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നുണ്ടോ, ഇതാണ് ആനക്കയം. അപ്പോൾ യൂഷ്വലി ഈ ആനക്കയം ഉള്ളതുകൊണ്ടും ഈ ഈറ്റക്കാടുകൾ ഉള്ളതുകൊണ്ടും തീർച്ചയായിട്ടും ആനകളുടെ പ്രസൻസ് ഇവിടെ കൂടുതലായിട്ട് കാണാറുണ്ട്. കൂടുതൽ വീഡിയോസുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഈ ഒരു സ്പോട്ടിലായിരിക്കും ആനകളെ കണ്ടിട്ടുണ്ടാവുക ആളുകൾ. ആക്ച്വലി ഞാൻ ഡ്രൈവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡ്രൈവും വീഡിയോയും പിന്നെ നമ്മൾ ഒരു ഒറ്റയ്ക്കുള്ള ട്രാവലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആനയുണ്ടോ എന്നുള്ളൊരു പേടിയും കൂടെ ഉള്ളത് കൊണ്ട് ആക്ച്വലി ഞാൻ ചുറ്റുമൊന്നും ശരിക്കും നോക്കിയിട്ടില്ല. വീഡിയോ എടുത്ത് വീട്ടിൽ വന്ന് നോക്കിയതിന് ശേഷമാണ് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും സൈഡിൽ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ എന്ന് പോലും നോക്കിയത്. കാരണം വീഡിയോ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയ സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് വെറും ഒരു ഫോറസ്റ്റ് റൂട്ട് മാത്രമല്ല കേട്ടോ, ഒരുപാട് ട്രൈബൽസുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അവർക്ക് പോകാനുള്ള യാത്രാ മാർഗ്ഗം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ മറന്നുപോയി, നമ്മൾ കാറ് ബൈക്ക് കൂടാതെ തന്നെ നമുക്കിവിടെ KSRTC വഴിയും നമുക്കിതിലൂടെ യാത്ര ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. ഇതവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വാച്ച്മൻ ട്രൈബൽ കോളനി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവർ കൂടുതലായിട്ടും ഇവിടെ കാണുന്ന പുഴയിൽ നിന്നൊക്കെയുള്ള ഫിഷിങ്ങും അല്ലെങ്കിൽ തേൻ ശേഖരണം അതൊക്കെയാണ് ഇവരുടെ മെയിൻ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത്. പിന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ, നമുക്കൊരു സപ്പോർട്ടായിക്കോളും. രാവിലെ തന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോകാനുള്ള ഒരു പുറപ്പാടിലാന്ന് തോന്നുന്നു. നമ്മുടെ ഇടത് സൈഡിൽ നിൽക്കുന്നത് കണ്ടോ, ആ ഈറ്റകളൊക്കെ നല്ല വലുപ്പത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ആക്ച്വലി ഞാൻ ഈ റൂട്ട് ആദ്യമായിട്ടോ ട്രാവൽ ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ റോഡൊക്കെ അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞിട്ടൊക്കെ ആയിരുന്നു, നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു റോഡൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ്. പക്ഷേ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് വെൽ മെയിൻറ്റൈനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല, ചില സ്ഥലങ്ങളിൽ വെച്ചാൽ നമ്മുടെ എഡ്ജൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഹൈറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടി ചേർത്ത് നമുക്ക് സൈഡിലേക്ക് ഇറക്കി പോകാൻ പറ്റില്ല. അപ്പം ഇൻ കേസ് നമ്മൾ വണ്ടികളൊക്കെ എതിർവശത്ത് വരുമ്പം ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര, അല്ലെങ്കിൽ ചിലപ്പം മിററൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ കാലത്ത് തൊട്ട് തന്നെ ഈ ഒരു റൂട്ട് ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മോസ്റ്റ്ലി തേയില ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു റൂട്ട് തന്നെയായിരുന്നു ഇത്. ഈ കാണുന്നതാണ് കേട്ടോ ആനക്കയം നാരോ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം ഒരു വണ്ടിയെ പോവുകയുള്ളൂ. നമ്മൾ ഒരു ബൈക്കൊക്കെ ആണെങ്കിൽ ക്രോസ് ചെയ്ത് പോകാമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ 1 by 1 ആയിട്ടേ പോകാൻ പറ്റുള്ളൂ. കണ്ടോ, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പിന്നെ എൻ്റെ യാത്രയിൽ ത്രൂ ഔട്ട് ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ആയിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസും കൂടെ വരുന്നുണ്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക.
പിന്നെ അത്യാവശ്യം വണ്ടിയൊക്കെ മെയിൻ്റെനൻസ് എല്ലാം കഴിഞ്ഞ വണ്ടികൾ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. കാരണം ഇൻ കേസ് എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യം വളരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് വണ്ടി ഇടുന്നത് മാത്രമല്ല, പിന്നെ അടുത്ത് നമ്മൾ അവിടുന്ന് പോകാനുള്ളൊരു മാർഗ്ഗങ്ങളൊക്കെ വളരെ ചുരുക്കമായിരിക്കും. പിന്നെ ത്രൂ ഔട്ട് നമുക്കിതുപോലെ ചെറിയ അരുവികളൊക്കെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചും കൂടി ട്രാവൽ ചെയ്ത് പോയപ്പോഴത്തേക്കും കോടമഞ്ഞ് വന്നിട്ട് ഫുള്ള് കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ആക്ച്വലി നമ്മൾ ഇത് കുറച്ചൊരു കയറ്റമുണ്ട് കേട്ടോ. ആ കയറ്റം കയറി തുടങ്ങുമ്പോഴത്തേക്കും കോട മൂടി വന്ന് തുടങ്ങിയിരുന്നു. ചെറുതായിട്ട് ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. ഈ ഒരു റൂട്ടിൽ നമുക്ക് കിട്ടാവുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ ഒരു റെഡ് വണ്ടി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അവരാന്ന് കേട്ടോ, അവരോട് നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് സൈഡൊന്നാക്കി ജസ്റ്റ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം ഓൾറെഡി ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വ്യൂ കാര്യമായിട്ടില്ല, പക്ഷെ നല്ല കോട ഇങ്ങനെ പൊങ്ങുന്നുണ്ടായിരുന്നു അവിടെ ഓൾറെഡി. ഇതുവരെയുള്ള റൂട്ട് ഒരു അത്യാവശ്യം ഫോറസ്റ്റ് ഡെൻസിറ്റിയിലായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് ഓപ്പൺ സ്പേസിലാട്ടോ. അപ്പം അതിൻ്റെ ഒരു ഭംഗി ഒരു പ്രത്യേകമായിരുന്നു കേട്ടോ. ഇതൊന്ന് കണ്ടു നോക്കും. ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് സ്ലോ ആക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു മൈൽ അതിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ അത്രയ്ക്ക് എന്താ പറയുക ക്ലിയർ ആയിട്ടില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാത്തത്. അത് റോഡ് ജസ്റ്റ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. മുകളിലേക്ക് കയറും തോറും കോട കൂടി വരുന്നുണ്ടായിരുന്നു. ചാറ്റൽ മഴയും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതുകൂടാതെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അതിഗംഭീരമായിരുന്നു. വ്യൂ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ. ഈ കാണുന്ന കണ്ടോ ഷോളിയാർ പവർ ഹൗസിൻ്റെ കീഴിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ്. ഇത് ഈ പെൻസ്ട്രോക്ക് പൈപ്പുകൾ വഴി ടർബൈൻ ചുറ്റിയാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ മലക്കപ്പാറ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വാഴച്ചാലിൽ നിന്ന് നമുക്ക് കിട്ടിയ സ്ലിപ്പ് ഉണ്ടല്ലോ, അത് നമ്മളവിടെ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ഇൻ കേസ് നമ്മൾ സെയിം ഡേയിൽ തന്നെ ട്രാവൽ ചെയ്യുമോ അതോ നമ്മൾ വാൽപ്പാറയെ സ്റ്റേ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കേട്ടോ. അവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ട്രാവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തമിഴ്നാട് ചെക്ക് പോസ്റ്റിലേക്ക് എത്തുക. അവിടെ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ടതില്ല. നമ്മൾ നേരെ പോകുകയാണെങ്കിൽ ഹൈവേ വഴിയും ഈ സൈഡ് റൈറ്റ് സൈഡിൽ കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വ്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവാം. ആ വഴിയാണ് ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾ ആ വഴിയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. 7ാം സർഗ്ഗം എന്ന വാൽപ്പാറയുടെ വിശേഷമായി അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ റിയാദ് അലിയൻസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ.